കിം നിമിത്തം മാമേവ ന പ്രപദ്യന്തെ, കിം നിമിത്തം മാം ഏവ ന പ്രപദ്യന്തെ ഇതി ഉച്യത്തെ. എന്തുകൊണ്ടാണ് ഭഗവാനെ പ്രാപിക്കാത്തത് ജനങ്ങൾ? രണ്ടിനും തുല്യ ആയാസാണ്. ഒന്ന് അനൽപമായ പൂർണ്ണ ഫലത്തിലേക്ക് എത്തുന്നതാണ്, മറ്റത് അല്പങ്ങളായ പലതിനെ നേടുന്നതാണ്. എന്തുകൊണ്ടാണ് ഈ അനൽപമായ പൂർണ്ണതയിലേക്ക് മനുഷ്യന്മാരെത്താത്തത്? എന്തുകൊണ്ടാണ് അത് ചിന്തിക്കാത്തത്? നേരത്തെ പറഞ്ഞു, അത് കാമൈസ്തൈസ്തൈ ഹൃതജ്ഞാനാഹ പ്രപദ്യന്തേന്യ ദേവതാഹ എന്ന് നേരത്തെ പറഞ്ഞു. എങ്കിലും ഒന്നും കൂടി പറയുക, ഒന്നും കൂടി പറഞ്ഞ തന്നെ പറഞ്ഞ് ഉറപ്പിക്കുക. നോക്കൂ, അവ്യക്തം വ്യക്തിമാപന്നം മന്യന്തേ മാമബുദ്ധയഃ പരം ഭാവമജാനന്തോ മമവ്യയമനുത്തമം. അവ്യക്തം വ്യക്തിമാപന്നം മന്യന്തേ മാമബുദ്ധയഃ പരം ഭാവമജാനന്തോ മമവ്യയമനുത്തമം. വളരെ ശ്രദ്ധിക്കേണ്ടതാണ്. ഏകദേശം സമാനമായ മറ്റൊരു വാക്യം ഗീതയിലുണ്ട്. ഏകദേശം കൃത്യമായിട്ട് ഇത് തന്നെയല്ല. പരംഭാവമജാനന്തഃ മമ ഭൂതമഹേശ്വരം എന്നാണ് അവിടെ. പരംഭാവമജാനന്തഃ എന്നുള്ളത് ഇതുപോലെ തന്നെ, ഒരു മാറ്റവും ഇല്ല. മമ ഭൂതമഹേശ്വരം. അപ്പോ അവ്യക്തം വ്യക്തിമാപന്നം മന്യന്തേ മാം അബുദ്ധയഃ. അബുദ്ധയഃ, അബുദ്ധയഃ എന്ന വാക്കിന്റെ അർത്ഥം ബുദ്ധിയില്ലാത്തവരെന്നാണ്. പക്ഷെ ബുദ്ധിയില്ലാത്തവരെന്ന് ഇവിടെ പറയാൻ പാടില്ല. എന്തുകൊണ്ട്? ബുദ്ധി ഉണ്ടല്ലോ. അപ്പൊ എന്താ പിന്നെ അബുദ്ധയഃ എന്നുള്ളതിന് എന്താർത്ഥം പറയും? അല്പബുദ്ധയഃ, അല്പബുദ്ധിയുള്ളവർ. ഈ അല്പബുദ്ധിയുള്ളവരെ കൊണ്ട് പറയുന്നതാണ് ബുദ്ധിയില്ലാത്തവരെന്ന്. അല്ലാതെ ബുദ്ധിയില്ലാത്തവരല്ല ബുദ്ധിയില്ലാത്തവർ. മനസ്സിലായില്ല? ബുദ്ധിയില്ലാത്ത ആളാണെന്ന് വെച്ചാൽ ബുദ്ധിയില്ലാത്ത ആളെന്ന് പറഞ്ഞിട്ട് കാര്യമുണ്ടോ? പ്രയോജനമുണ്ടോ? മനസ്സിലാക്കാൻ കഴിയും അയാൾക്ക് ഇതെന്തൊരു ബുദ്ധിയില്ലാത്ത സാധനമായിപ്പോയി എന്ന് ബുദ്ധിയില്ലാത്ത ആളോട് പറഞ്ഞിട്ട് പ്രയോജനമുണ്ടോ? മനസ്സിലാവില്ല. എന്നെ കൊണ്ട് സ്വാമിജി എപ്പോഴും പറയുമായിരുന്നു, അക്കൽ വികർന്നു ഗദ്ദ, ബുദ്ധിയില്ലാത്ത കഴുതാന്ന്. അപ്പൊ ബുദ്ധിയില്ലാത്ത എന്ന് പറഞ്ഞാൽ ബുദ്ധിയില്ലാത്ത ആളെ കൊണ്ട് ബുദ്ധിയില്ലാത്ത പറയുന്ന ആൾക്കല്ലേ ബുദ്ധി കുറവ്? കാരണം അയാൾക്ക് മനസ്സിലാക്കാൻ കഴിയില്ലല്ലോ. അപ്പൊ ബുദ്ധിയില്ലാത്ത എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? ബുദ്ധി കുറഞ്ഞ. അല്ലാതെ ദേഷ്യം പിടിക്കുമ്പോൾ പറയണതാണ് ബുദ്ധിയില്ലാത്ത കഴുത, അക്കൽ വികർന്നു ഗദ്ദ. അപ്പൊ അവിടെ ബുദ്ധിയില്ലാത്ത നല്ല അർത്ഥം, മറിച്ച് ബുദ്ധി കുറഞ്ഞാണ്, അല്പബുദ്ധിയായ. അല്പബുദ്ധികൾ എന്ത് വിചാരിക്കുന്നു? അവ്യക്തം വ്യക്തിമാപന്നം, വ്യക്തിഭാവത്തെ പ്രാപിച്ചവനാണ് ഞാൻ. വാസ്തവത്തിൽ ഞാൻ ആരാ? അവ്യക്തനാണ്. ഇത് നേരെ തിരിച്ചാട്ടോ. തനി വ്യക്തിയെ മാത്രം പരം എന്ന് ഉപാസിക്കുന്നവർ പറയുക, വ്യക്തിമാപന്ന മാം അവ്യക്തം മന്യന്ത്. വ്യക്തമായിട്ട്
ഈ നീല ശരീരത്തോടുകൂടി മഞ്ഞപ്പട്ടോടുകൂടി പീലി ചൂടി രാധാസമേതനായി ഞാൻ നിന്നിട്ടും എന്നെ മൂഢന്മാരായ വേദാന്തികൾ സന്യാസിമാർ അവ്യക്തനാണെന്ന് കണക്കാക്കണമെന്ന്. Those rascals who are propagating I am Brahman എന്ന് ചിന്തിച്ചു. അപ്പോ വ്യക്തിമാപന്നം മാം അവ്യക്തം മന്യന്തേ കേ അബുദ്ധയ സന്യാസിന വേദാന്തിന ശങ്കരാചാര്യ പ്രഭൃതയ. എന്തൊരു കഷ്ടം ആലോചിച്ചു നോക്കൂ. അങ്ങനെയല്ല, പിന്നെന്താണ്? അവ്യക്തം മാം വ്യക്തിമാപന്നം മന്യന്തേ, അവ്യക്തനായ എന്നെ വ്യക്തിഭാവത്തെ പ്രാപിച്ചവനെന്ന് മാത്രം കണക്കാക്കുന്നു ചിലര്. അപ്പൊ വ്യക്തിഭാവത്തെ പ്രാപിച്ച ദേവത മാത്രമാണ് ശരി എന്ന് അവർ വിചാരിക്കുന്നു. മനസ്സിലായില്ല? കൃഷ്ണൻ തന്നെ ശരി. ആ കൃഷ്ണനെ ഒന്ന് വസ്ത്രം മാറാൻ പോലും നമ്മൾ അനുവദിക്കില്ല. അനുവദിക്കുമോ? എന്താ അഭിപ്രായം? ഭഗവാൻ വിചാരിക്കുകയാണ്, ഞാൻ കുറേ അയിലേ മഞ്ഞ എന്നെ ഉടുത്ത് നിൽക്കണത് ഒന്ന് മാറ്റട്ടെ, ഞാൻ മഞ്ഞ പട്ടം ഒന്ന് മാറ്റിയിട്ട് ഒരു പച്ച ഉടുക്കാം, അല്ലെങ്കിൽ ഒരു നീല ഉടുക്കാം. നമ്മൾ സമ്മതിക്കുമോ? സമ്മതിക്കില്ല. ഉറപ്പ് സമ്മതിക്കില്ല. ഇത് ഈ താറ് കെട്ടി ഉടുത്തതൊക്കെ ഒന്ന് മാറ്റിയിട്ട് ഒരു പാൻസ് ഇട്ട് കളയാം എന്ന് ഭഗവാൻ വിചാരിച്ചാൽ നമ്മൾ സമ്മതിക്കില്ല. ഒരിക്കലും സമ്മതിക്കില്ല. പീലി ഒന്ന് അഴിച്ചു വെക്കാൻ നമ്മൾ സമ്മതിക്കില്ല. സ്വാതന്ത്ര്യം മുണ്ടനം ചെയ്യാനൊന്നും ഭഗവാന് സ്വാതന്ത്ര്യമില്ല. അവിടെ മനോഹരമായ തലമുടിയൊക്കെ വേണം. അതിൻ്റെ അർത്ഥം മനസ്സിലാക്കുക. തമാശ രൂപത്തിൽ പറഞ്ഞാലും താത്പര്യം മനസ്സിലാക്കുക. നമ്മൾ ചില കൽപ്പനകൾ അങ്ങോട്ട് വെച്ചിരിക്കുക, ഇതാണ് ഭഗവാൻ, അതിലൊതുങ്ങി. അതിൽ അല്പം മാറ്റം വരുത്താൻ ശരിയല്ലേ പറഞ്ഞേ? ഇവിടെ നമ്മൾ തന്നെ ആവർത്തിച്ച് പറഞ്ഞൊരു ദൃഷ്ടാന്തമുണ്ട്, ഒരിക്കലും മറക്കാത്തതാ. ഈ കോഴിക്കോട് തന്നെയാണ്, ഇവിടെ കൊളത്തൂരല്ല, കോഴിക്കോട് ജില്ലയിലൊരു സ്ഥലത്താണ്. അപ്പോൾ ഇവിടെ സംഘാടകർ വന്നു, അമ്പല കമ്മിറ്റിക്കാരൊക്കെ വന്നു. സ്വാമി എന്തായാലും പ്രഭാഷണത്തിന് വരണം. ഓ വരാമെന്ന് പറഞ്ഞു. അപ്പോൾ 5-6 പേര് വന്ന് ക്ഷണിച്ചതാ. ഇത്ര മണിക്ക് അവിടെ എത്താമെന്ന് പറഞ്ഞു. നവരാത്രി സമയമാണ്, അഷ്ടമിയിൽ അന്നാണ് പ്രഭാഷണം. ഇവിടുന്ന് സഞ്ചരിച്ച് ചെന്നപ്പോൾ പരിചയമുള്ള കുറേ പേരുണ്ട്. അവരൊക്കെ വന്ന് സ്വാമി വരിക എന്നൊക്കെ പറഞ്ഞു. ഈ സംഘാടകർ ആരെയും കാണാനില്ല. ഞാൻ വിചാരിച്ചു എനിക്കിപ്പോൾ സംഘാടകരൊന്നും വേണ്ട, എന്തിനാത്? എന്നാലും അങ്ങനെയല്ലല്ലോ, ഇവിടെ ഒരു 6-7 പേര് വന്ന് ക്ഷണിച്ചതാ, എന്നാൽ ഒരാളെങ്കിലും കാത്തു നിൽക്കണ്ടേ ഗേറ്റിൽ? ആരുമില്ല. അപ്പം നോക്കുമ്പോൾ അവരുടെ കമ്മിറ്റി ഓഫീസിൽ പൊരിഞ്ഞ ലഹളയാണ്. എന്ത് ലഹളയാണെന്നാണ് വിചാരിക്കേണ്ടത്? വലിയ ലഹള. എന്താ ലഹള ഉള്ളിടത്തേക്ക് പോയി നോക്കേണ്ട ആവശ്യമില്ലല്ലോ. നമ്മൾ ബുദ്ധിയുള്ളവരായി പോകില്ലല്ലോ അല്ലേ? നമുക്കായിരിക്കും അടി കിട്ടുക. നമ്മളങ്ങോട്ട് പോയില്ല. അപ്പോൾ കുറച്ചു നേരം കഴിഞ്ഞപ്പോഴത്തേക്ക് ഈ 2 ഗ്രൂപ്പും കൂടി വന്നിട്ടുണ്ട്. എന്താ സംഭവം? അവിടെ പൂജയ്ക്ക് ഗ്രന്ഥം പൂജിക്കാൻ വെക്കണം, ആയുധങ്ങൾ പൂജിക്കാൻ വെക്കണം. അഷ്ടമി വൈകുന്നേരമായി. അപ്പോൾ ഓരോ ഉത്തരവാദിത്തങ്ങൾ വിഭജിച്ച് പലർക്ക് കൊടുത്തിട്ടുണ്ട്. അതിൽ സരസ്വതിയുടെ ചിത്രം കൊണ്ടുവന്ന ആൾ കൊണ്ടുവന്നതായ ചിത്രം പൂജയ്ക്ക് വെക്കാൻ കൊള്ളില്ല. ഇതാണ് ഒരു വിഭാഗം പറയുന്നത്. മറ്റേ വിഭാഗം പറയണത് പൂജയ്ക്ക് വെക്കാം എന്നാണ്. ഒരു വിഭാഗം പറഞ്ഞു പൂജയ്ക്ക് വെക്കാൻ കൊള്ളില്ല, മറ്റേ വിഭാഗം പറഞ്ഞു പൂജയ്ക്ക് വെക്കാം. 2 ഗ്രൂപ്പായി, വഴക്കായി. വഴക്ക് മൂത്തു, നല്ല പൊരിഞ്ഞ ലഹളയായി. അടി പൊട്ടിയിട്ടില്ല എന്നേ ഉള്ളൂ. ഇതിൽ വേറൊരു നേരം പോക്ക്, 2 കൂട്ടർക്കും ചിദാനന്ദപുരി സ്വാമി പറഞ്ഞാൽ സമ്മതമാണ്. ഞാൻ പെട്ടില്ലേ? അപ്പം എന്താ പൂജയ്ക്ക് പറ്റാത്ത? സ്വാമി കണ്ടില്ലേ, ഇത് ദേവിയുടെ ലക്ഷണമുള്ള ചിത്രമാണത്. കാലിൻ്റെ വണ്ണം കണ്ടില്ലേ? ഞാനിങ്ങനെ മനസ്സിലാലോചിച്ച് നോക്കിയേ, ഇപ്പോൾ സന്ധ്യാസമയമായി, ഇനിയിപ്പോൾ ഇത് പൂജിക്കാൻ വെക്കരുത് പറഞ്ഞാൽ അവർക്ക് പുതിയൊരു ചിത്രം കിട്ടാൻ പോകുന്നില്ല.
ആ ചിത്രത്തിന് ഒരു കുഴപ്പമില്ല, നല്ല ഭംഗിയുണ്ട്. അല്ലെങ്കിലും ഈ ചിത്രം വെച്ചിട്ടല്ല അഷ്ടമി നവമി ദശമി ഒന്നും പൂജിക്കുക, അത് പത്മത്തിലാണ് പൂജിക്കുക. മറ്റേ നാട്ടുകാർ കാണാൻ വേണ്ടി വെറുതെ വെക്കുന്നതാണ് ഈ ചിത്രമൊക്കെ. മനസ്സിലായില്ല പറഞ്ഞത്? മറ്റേ പത്മത്തിലാണ് ദേവതാവാഹനം ചെയ്ത് പൂജ ചെയ്യുന്നത്, ചിത്രത്തിലല്ല. അത് ഞാൻ പറഞ്ഞു ഇത് ഒരു കുഴപ്പമില്ല, ഇത് വെക്കാം. സ്വാമി കണ്ടില്ലേ ആ ദേവിയുടെ കാലത്ര? ഞാൻ പറഞ്ഞു കുറേ നേരമായിട്ട് ഞാൻ തൂക്കിയിട്ടിട്ടേ നീരിറങ്ങിയതാണ്. മനസ്സിലായി? സരസ്വതിയുടെ ചിത്രം ഏതാന്ന്? ഒരു കല്ലിൽ ഇരുന്നിട്ട് വീണ ഇങ്ങനെ മടിയിൽ വീണ വെച്ചിട്ട് ഒരു കാല് തൂക്കിയിട്ടിട്ട് ഇങ്ങനെ ഇരിക്കണ ദേവിയാണ്. മനസ്സിലായി? അപ്പോൾ കുറേ നേരം തൂക്കിയിട്ടുണ്ട് നീരിറങ്ങിയതാണ്. അല്ല, നീ ദേവിയെ മുമ്പ് കണ്ടിരുന്നോ? മുമ്പ് നോക്കൂ, ഈ കൂട്ടത്തിൽ ആരെങ്കിലും ഇപ്പോൾ ചിദാനന്ദപുരി സ്വാമി ആദ്യം കാണുന്ന ആളാന്ന് വിചാരിച്ചോളൂ. സ്വാമി തടിച്ചു എന്നോ മെലിഞ്ഞു എന്നോ പറയാൻ നിങ്ങൾക്ക് പറ്റുമോ? ഇല്ല. മുമ്പ് കണ്ട ആളല്ലേ അയ്യോ മെലിഞ്ഞു പോയല്ലോ, അയ്യോ തടിച്ചു പോയല്ലോ എന്ന് പറയുക. മുമ്പ് കാണാത്ത ആൾക്ക് എങ്ങനെ അറിയാം തടിച്ചാണോ മെലിഞ്ഞാണോ? അറിയില്ലല്ലോ. അപ്പം ദേവിയെ നീ മുമ്പ് കണ്ടിട്ടുണ്ടോ? ഇപ്പോൾ കാലിൽ വണ്ണം കൂടി എന്ന് പറയുന്നത് ഞാൻ കണ്ടിട്ടില്ല. നിങ്ങളെ ഗ്രൂപ്പ് കണ്ടോ? ഇല്ല. അപ്പോൾ 2 ഗ്രൂപ്പും കണ്ടിട്ടില്ലല്ലേ, പിന്നെന്താ കുഴപ്പം? കണ്ടു വെച്ചാലല്ലേ പറയാൻ പാടുള്ളൂ ഇപ്പോൾ വണ്ണം കൂടിയെന്ന്. ഒരു പ്രശ്നമില്ല, അത് പൂജയ്ക്ക് വെച്ചോളൂ പറഞ്ഞു. അപ്പോൾ സ്വാമി അങ്ങനെയാണ് പറഞ്ഞതെന്നാൽ പ്രശ്നം തീർത്ത് 2 കൂട്ടർ ഒന്നിച്ച് ചുമലിൽ കൈയിട്ട് പോയി അത് വെക്കുകയും ചെയ്തു. നിങ്ങൾക്ക് സത്യം തുറന്ന് പറയട്ടെ, ഇതിൽ ഒരു അതിശയോക്തി ന്യൂനോക്തി ഇല്ല. പിറ്റത്തെ കൊല്ലം നമ്മൾ അതേ ക്ഷേത്രത്തിൽ പോയപ്പോൾ അതേ ചിത്രം അവിടെ ഉണ്ട്. ഇത്രയേ ഉള്ളൂ നമ്മളൊക്കെ, ഇത്രയേ ഉള്ളൂ നമ്മൾ. എത്ര ചെറുതായി പോകണമെന്ന് ആലോചിച്ച് നോക്ക്. വ്യക്തിമാപന്നം മാം മന്യന്തേ, തനി വ്യക്തിഭാവത്തെ പ്രാപിച്ച് ഇത് തന്നെയാണ് രൂപം എന്ന നിലയ്ക്ക് നമ്മൾ മനസ്സിലാക്കുകയാണ്. അതാണ്. അതുകൊണ്ട് ആ പരമമായ നാമരൂപരഹിതമായ ഇന്ദ്രിയ അഗോചരമായ മനോബുദ്ധികൾക്കുപരിയുള്ള ആ പരമമായ സത്യത്തെ ഒരിക്കലും മനസ്സിലാക്കാൻ കഴിയില്ല. പിന്നെയോ നാമരൂപങ്ങളെ കൊണ്ട് നമ്മൾ കൽപ്പിച്ചിട്ടുള്ളത് മാത്രം ശരിയെന്ന് വിചാരിക്കുന്നു. ശിവൻ ഇങ്ങനെ തന്നെയാണ്, ദേവി ഇങ്ങനെ തന്നെയാണ്, വിഷ്ണു ഇങ്ങനെ തന്നെയാണ്, ഭദ്രകാളി ഇങ്ങനെയാണ്, സരസ്വതി ഇങ്ങനെയാണ്. എടാ ഇങ്ങനെയാണ്, ഇതിനപ്പുറത്തുമാണെന്ന് മനസ്സിലാക്കണ്ടേ? ഇതെല്ലാം ഒന്ന് തന്നെയാണ്. നീരാവി ആയാലും വെള്ളമായാലും ഐസായാലും വസ്തു ഒന്ന് തന്നെയാണ് അല്ലേ? അതെ. ഒരാൾ എനിക്ക് കുറച്ച് വെള്ളം കുടിക്കാൻ തരുമെന്ന് പറഞ്ഞപ്പോൾ ഉടനെ ഒരു ടംബ്ലറിൽ വെള്ളം കൊണ്ടുവന്ന് തന്നു, ഒരു പാത്രത്തിൽ വെള്ളം കൊണ്ടുവന്ന് തന്നു. നിന്നോട് ഞാൻ പാത്രം കൊണ്ടുവരാൻ പറഞ്ഞോ? നിന്നോട് ഞാൻ എന്താ ചോദിച്ചേ? വെള്ളം. നീ കൊണ്ടുവന്നോ? പാത്രം. പാത്രത്തിന് ഞാൻ ചോദിച്ചോ? വെള്ളമല്ലേ ചോദിച്ചത്. നീ പാത്രത്തിലല്ലാണ്ട് വെള്ളം എങ്ങനെയാണ് കൊണ്ടുവരിക? നിന്നോട് ഞാൻ വെള്ളമേ ചോദിച്ചിട്ടുള്ളൂ, പാത്രം ചോദിച്ചിട്ടില്ല. ശരി, എന്നാൽ ശരി സ്വാമി ഇരിക്കും കേട്ടോ, ഞാൻ 2 മണിക്കൂർ കഴിഞ്ഞിട്ട് വരാം. അയാൾ പോയി അയാളുടെ റെഫ്രിജറേറ്ററിൽ ഫ്രീസറിൽ വെള്ളം വെച്ചു കൊണ്ടുവന്നു. വെള്ളം കുടിച്ചോളൂ സ്വാമി. വെള്ളം തന്നെയല്ലേ? അതെ. വസ്തു മാറ്റമുണ്ടോ? ഒരു മാറ്റവും ഇല്ല. അതും H2O ആണ്, ഇതും H2O ആണ്. ഒരു മാറ്റമില്ല. ഒന്ന് ഘനീഭവിച്ചു, അതുകൊണ്ട് അതിന് പാത്രത്തിൻ്റെ ആവശ്യമില്ല. മറ്റത് ഘനീഭവിച്ചിട്ടില്ല, അതുകൊണ്ട് പാത്രം വേണം. ഇനി അത് തന്നെ നല്ലോണം ചൂടാക്കിയാലോ? നീരാവിയായി. ഇപ്പം അതിന് പ്രത്യേകിച്ച് പിണ്ടോ ഇല്ല. ഇതിനെ ചൊല്ലിയിട്ടല്ലേ നമ്മൾ തർക്കിക്കണത്? ശ്രീരാമകൃഷ്ണദേവൻ പറയുന്നൊരു കഥയുണ്ട്. ഒരു സ്ഥലത്ത് ഒരാൾ ഒരു മഞ്ഞ ഓന്തിനെ കണ്ടു. വേഗം ഇപ്പുറത്ത് വന്നിട്ട് പറഞ്ഞു, മഞ്ഞ ഓന്തുണ്ട് അവിടെ. മഞ്ഞ ഓന്ത് എന്നാ കാണുക. പോയി നോക്കിയപ്പോൾ അവിടെ പഞ്ഞ ഓന്തില്ല, പിന്നെയോ പച്ച ഓന്താണത്. നീ കള്ളം പറഞ്ഞു.
ഞാൻ കള്ളം പറഞ്ഞില്ലേ, ഞാൻ മഞ്ഞ കണ്ടതാണ്. നീ കള്ളം പറഞ്ഞു, ഇത് പച്ചയാണ്. ശരി, രണ്ടാളും കൂടി ലഹള കൂടി മൂന്നാമതൊരാളെ മധ്യസ്ഥനെ വിളിച്ചു കൊണ്ടുവന്നു. അവൻ്റെ പച്ചയില്ല, ബ്രൗൺ ആണ് ഉണ്ട്. അപ്പോഴോ സംഗതി ഒരൊറ്റ ഓന്താണ്. ഈ ഓന്ത് കളറ് മാറിയതാ. അതുകൊണ്ട് നമ്മളൊക്കെ കുട്ടികളാകുമ്പോൾ പറയാറുണ്ട്, ഒന്നിങ്ങനെ നോക്കിയിട്ട് ചോര കുടിക്കുന്നതിനനുസരിച്ച് ചോപ്പാവൂത്രേ. ഇതിങ്ങനെ ഈ ഭാഗം ഇങ്ങനെ ഇളക്കും. അപ്പോൾ നമ്മളിങ്ങനെ ചോര കുടിക്കുകയാണ് അല്ലേ, അങ്ങനെ പറയാറില്ലായിരുന്നോ കുട്ടികളായപ്പോൾ? അതെ, ഇത് കളറ് മാറിക്കൊണ്ടേയിരിക്കും. എന്നിട്ട് നമ്മൾ തല്ലുകൂടും. ഒരു കൂട്ടർ അള്ളാഹു എന്ന് പറയും, വേറൊരു കൂട്ടർ യഹോവ എന്ന് പറയും, വേറൊരു കൂട്ടർ വിഷ്ണു എന്ന് പറയും, വേറൊരു കൂട്ടർ ശിവൻ എന്ന് പറയും. തമ്മിൽ അടിയോടടി. അത്രയേ ഉള്ളൂ. ഈശ്വരൻ ഏകനാണെന്നറിയാതെ ഞങ്ങളുടെ മതഗ്രന്ഥത്തിൽ പറയുന്ന, ഞങ്ങളുടെ ഭാഷയിൽ പറയുന്നത് മാത്രമാണ് സത്യം എന്ന് വിചാരിച്ച് തല്ലുകൂടുകയാണ്. തിരക്ക മാറ്റാൻ വേണ്ടിയിട്ട് ഇല്ലേ? ഞങ്ങളുടെ ദൈവത്തിലേക്ക് നിന്നെ മാറ്റണം. ഇതൊരു കഷ്ടം ആലോചിച്ചു. അതാണ് പറയണത്, പരമാർത്ഥത്തിൽ അവ്യക്ത സ്വരൂപനായ എന്നെ വ്യക്തിഭാവത്തെ പ്രാപിച്ചവൻ മാത്രമാണെന്ന് അല്പബുദ്ധികൾ മനസ്സിലാക്കുന്നു. എന്താ കാരണം? പരംഭാവമജാനന്ത, പരമമായ ഭാവത്തെ അറിയാത്തവരായതുകൊണ്ട്. ഇത് ഭഗവാൻ യശോദയുടെ മുമ്പിൽ വായ തുറന്ന് കാണിച്ചു എന്നാ പറഞ്ഞത്. പരംഭാവമജാനന്ത. അപ്പോൾ ഒരു നിമിഷത്തേക്കാണെങ്കിലും യശോദ മനസ്സിലാക്കി, ഓ ഇതല്ലാട്ടോ, ഇതിനപ്പുറത്താണ്. എന്നാലും പിന്നെ മായ വന്ന് മൂടി, അത് വേറെ വിഷയം. അടുത്ത നിമിഷം യശോദ ഈ ജ്ഞാനമൊക്കെ ഇല്ലാത്തവളായി. അതാണ്ട് തോന്നണ്ടേ? പരംഭാവമജാനന്ത മമ അവ്യയം അനുത്തമം അവ്യക്തം അജാനന്ത. എൻ്റെ നാശരഹിതമായ സർവോത്കൃഷ്ടമായ ഭാവത്തെ അറിയാത്തവരായവര്, അല്പബുദ്ധികള്, വ്യക്തിഭാവത്തെ പ്രാപിച്ചതായിട്ട് മാത്രം എന്നെ മനസ്സിലാക്കുന്നു. എന്നിട്ട് ആ വ്യക്തിഭാവത്തിൽ നമ്മൾ എന്തൊക്കെ കൽപ്പിക്കുന്നുണ്ടോ അത് മാത്രം ശരിയെന്ന് പറയും. എന്നിട്ടാണ് ലോകത്തിൽ അടി ഉണ്ടാക്കുന്നത്. ഇന്ന് ലോകത്തിലെ മുഴുവൻ അടികളും ഇതിൻ്റെ പേരിലാണ്. മഹായുദ്ധങ്ങൾ തന്നെ ഇപ്പോൾ നടക്കുന്നത് ഇതിൻ്റെ പേരിലാണ്. അല്ല, മതമാണ് അടിസ്ഥാന പ്രശ്നം, മതമാണ്. പിന്നെയാണ് എണ്ണയും പണമൊക്കെ വരുന്നത്, പെട്രോളിയം പണമൊക്കെ വരുന്നത് രണ്ടാമതാണ്. കാരണം ഒരു കാരണവശാലും യഹൂദരെ ഭൂമിയിൽ വെച്ചേക്കരുത്. എങ്ങനെയെങ്കിലും യഹൂദരെയും യഹൂദരുടെ പ്രദേശത്തെയും നശിപ്പിക്കണം. ഒരു കാരണവശാലും മുസ്ലിമിനെ ലോകത്തിൽ വെച്ചേക്കരുത്, അവരെ നശിപ്പിക്കണം. ഈ മതസ്പർദ്ധയാണ് ഇതിൻ്റെ അടിസ്ഥാനം, വേറൊന്നുമല്ല. വേറൊന്നുമില്ല. ആ രണ്ടിൻ്റെ നടുക്ക് നമ്മളൊക്കെ കൂടുമല്ലേ? ഇവിടെ ക്രിസ്ത്യാനിയും കൂടും, ഹിന്ദുവും കൂടും, എല്ലാം കൂടും. ഇവർ തമ്മിലുള്ള അടിക്ക് കാറ്റ് കൊടുക്കാൻ വേണ്ടിയിട്ട്. എന്നിട്ട് നമ്മളെ കാര്യങ്ങൾ നേടിക്കൊണ്ടിരിക്കും. സത്യത്തിൽ അടിസ്ഥാന യഹൂദരും മുസ്ലിങ്ങളും തമ്മിലുള്ള ഫൈറ്റാണ്. അതുകൊണ്ട് ഒരിക്കലും ഇസ്രായേൽ ഉണ്ടാവരുത്, ഒരിക്കലും മുസ്ലിം രാജ്യങ്ങൾ ഉണ്ടാവരുത്. പരസ്പര അടി, സഹോദരങ്ങൾ, അത്രയേ ഉള്ളൂ. രണ്ടും എബ്രഹാമിനെ മാനിക്കുന്നവരുമാണ്. അതാണ് അതിൻ്റെ തമാശ. അവർ മൂന്നും എബ്രഹാമിക്കാണ്. അതാണ് വ്യക്തിമാപന്നം മന്യന്തേ അബുദ്ധയ. എന്തുകൊണ്ട്? സർവോത്കൃഷ്ടമായ അവ്യയമായ സ്വരൂപത്തെ അറിയാത്തതുകൊണ്ട്. അതുകൊണ്ട് നമ്മളെങ്കിലും ആ അവ്യക്തമായ സത്യത്തെ അനുസന്ധാനം ചെയ്യാന്ന് താല്പര്യം. അല്ലെങ്കിൽ നമ്മളെക്കുറിച്ചും ഭഗവാന് ദുഃഖമായിരിക്കും. അഹോ ഖലു കഷ്ടം വർത്തന്തേ എന്ന് ഭഗവാൻ നമ്മളെ കൊണ്ടും പറയും. അങ്ങനെ ആവരുത്. വ്യക്തമാണല്ലോ? ശരി, തുടർന്ന് നമുക്ക് അടുത്ത പ്രാവശ്യം നോക്കാം.